ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وبه نستعين. اللهم صل على محمد اللهم صل عليه وسلم. എഴുതികാഫിന്റെ നിയത്തോടെ അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരിക്കുന്ന സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മുടെ സകലമായ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ്സ് കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു തആല ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ ഗസയിലെ ഖാൻ യൂനിസിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദാരുണമായ സന്ദർഭത്തിൽ ലോകം മുഴുവൻ അവരുടെ വികാരം കൊണ്ടും വിവേകം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല മനസ്സുകൊണ്ടൊക്കെ അവരുടെ കൂടെ നിൽക്കാൻ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ നിർബന്ധിതമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മുടെ ഖാദി പാണക്കാട് തങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് ഗസക്ക് വേണ്ടി ദുആ ചെയ്യണം, ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന അഭ്യർത്ഥന നടത്തിയ സന്ദർഭം കൂടിയാണ്. എങ്ങനെയാണ് നമുക്ക് അവരോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് പല വഴികൾ നമ്മൾ ആലോചിക്കൊണ്ടേയിരിക്കണം. കാരണം അവരെ മറന്നിട്ട് നമുക്കൊരു കാര്യത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അവിടെയല്ലേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയില്ലല്ലോ എന്നുള്ളതല്ല. അവർക്ക് പ്രാർത്ഥിച്ചാൽ നാളെ പടച്ച റബ്ബിനോട് നമുക്ക് പറയാലോ, മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ, അല്ലേ? നമ്മളത് പറയും മുമ്പ് നാളെ മഹ്ശറയില്ല മക്കൾ നമ്മളോട് പറയില്ലേ, നിങ്ങൾ ഞങ്ങളെ ഹിസാബിന്റെ ഭാഗത്ത് നിൽക്കുക, ഞങ്ങളുടെ പ്രാർത്ഥന കൂടി നിങ്ങൾക്കുണ്ടാകും. കാരണം ഞങ്ങളെ കായികമായി നേരിട്ട് വന്ന് സഹായിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രാർത്ഥന കൊണ്ട് ഏക ഇലാഹായ റബ്ബിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി കൈയുയർത്തിയ ഞങ്ങളുടെ സഹായികളല്ലേ നിങ്ങൾ എന്ന അവരുടെ ആത്മാനന്ദത്തോടു കൂടെയുള്ള വർത്തമാനം കേൾക്കാനെങ്കിലും നമുക്ക് സൗഭാഗ്യസിദ്ധി വേണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല, ഒരുപാട് ചെയ്യാനുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഏതറ്റം വരെയും ചെയ്തുകൊണ്ടേയിരിക്കുകയും വേണം. അത് പ്രതിഷേധങ്ങളാകട്ടെ, അത് നമ്മുടെ ഉള്ളിൽ തപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹന ദുഃഖങ്ങളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കഴമ്പുള്ള പ്രാർത്ഥനകളാകട്ടെ. ഫലസ്തീനിയൻ കവിയായ ഖാലിദ് ജുമ ഈ അടുത്ത് എഴുതിയ ഒരു കവിത, ഈ അടുത്തായി ലോകത്ത് വളരെ ശ്രദ്ധേയമായ മിക്ക കവിതകളിലും 70% അടുത്ത് വലിയ അവാർഡുകൾ വാങ്ങിപ്പോയത് ഫലസ്തീൻ കവികളുടെ അല്ലെങ്കിൽ കവയത്രികരുടെ കവിതയാണ്. എന്തുകൊണ്ടാണ്? അവരുടെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ് അവരുടെ ഓരോ വരികളും പിറക്കുന്നത്. അതുകൊണ്ട് ചോരയുടെ തൂലിക കൊണ്ട്, ആ മഷി കൊണ്ടാണ് അവർ കവിതയെ ചലിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വരി അവർ എഴുതി കഴിഞ്ഞാൽ ആ വരിക്ക് അനുഭവത്തിന്റെ തീച്ചൂളയിൽ വാറ്റിയെടുത്ത ഒരു അർത്ഥസാരം ഉണ്ടാകുമെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ സാധ്യമായി. അവിടെയാണ് ഖാലിദ് ജുമയുടെ കവിത എടുത്തൊരു മലയാള കവി മലയാള ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തത്. ഗാസയിലെ പോക്കിരി പിള്ളേരെ, എൻ്റെ ജനലിനരികെ വന്ന് നിലവിളിച്ച് നിരന്തരം എന്നെ ബുദ്ധിമുട്ടിക്കുന്ന, എൻ്റെ ഉറക്കം ശല്യപ്പെടുത്തുന്ന ഗാസയിലെ പോക്കിരി പിള്ളേരെ. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ മുറ്റത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ, ഫുട്ബോൾ കളിക്കുമ്പോൾ, ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മധ്യാഹ്ന നേരത്തെ ഒരു ഉച്ചമയക്കത്തിലേക്ക് വഴുതി വീണ പിതാവാകുന്ന അല്ലെങ്കിൽ അവിടുത്തെ കാരണവരാകുന്ന നമ്മുടെ ഉറക്കിനെ ഈ കുട്ടികളുടെ ചട്ടിപ്പന്തും അതുപോലെ തന്നെ ഫുട്ബോളും അല്ലെങ്കിൽ അവരുടെ കളി മൈതാനത്തെ ഉഗ്രമായ ബഹളങ്ങളൊക്കെ വലിയ അലോസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണോ പോക്കിരി പിള്ളേരെ എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതേ ഒരു ഭാഷയാണ് കവി ഇവിടെ അടയാളപ്പെടുത്തി തരുന്നത്. ഖാലിദ് ജുമ പറയുന്നത്, ഗാസയിലെ പോക്കിരി പിള്ളേരെ, എൻ്റെ ജനലിനരികെ നിലവിളിച്ച് നിരന്തരം എന്നെ ബുദ്ധിമുട്ടാക്കി എൻ്റെ ഉറക്കം ശല്യപ്പെടുത്തുന്ന ഗാസയിലെ പോക്കിരി പിള്ളേരെ. അവര് കളിക്കുന്ന പോക്കിരിക്കാരായ കുട്ടികളോട് ചോദിക്കണ മാതിരിയാണ്. പക്ഷേ ഗാസയിലെ പോക്കിരി പിള്ളേര് ഇദ്ദേഹത്തിന്റെ ബാൽക്കണിയുടെ മുറ്റത്ത് വന്ന് നിലവിളിച്ച് ഇദ്ദേഹത്തിന്റെ ഉറക്ക് ശല്യപ്പെടുത്തിയത് എന്തിനായിരിക്കും? ഒരു വറ്റ് മണി അരിക്ക് വേണ്ടിയായിരിക്കും, അല്ലെ? ഒരു കുമ്പിള് കഞ്ഞിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബോംബർ വിമാനങ്ങളിൽ നിന്ന് അഭയം പ്രാപിക്കാൻ ഒരു ഷെൽട്ടർ തരുമോ എന്ന് ചോദിച്ചിട്ടായിരിക്കും ഗാസയിലെ കുട്ടികൾ വന്ന് ശബ്ദം മുഴക്കിയത്. എല്ലാ രാവിലെയും വൈകുന്നേരവും തിക്കും തിരക്കും ബഹളവും കൂട്ടുന്ന ഗാസയിലെ പോക്കിരി പിള്ളേരെ, എൻ്റെ പൂച്ചട്ടി പൊട്ടിച്ച് ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പൂവും കട്ടെടുത്ത ഗാസയിലെ പോക്കിരി പിള്ളേരെ. അങ്ങനെയാണ് ഖാലിദ് ജുമ എന്ന കവി ഗസയെ, ആ അതിർത്തിയുടെ പുറത്തുള്ള അവരെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ
കാവ്യാഖ്യാനത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ ഒരു ഭയാനകമായ അവസ്ഥ ഇതിനകത്ത് കിടക്കുന്നുണ്ട്, ഈ കവിതയിൽ കിടക്കുന്നുണ്ട്. അത് ലോകത്തിന്റെ നിശബ്ദതയ്ക്ക് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന വെടിയുള്ള ഇരട്ടക്കുഴൽ തോക്കാൻ. മിക്ക കുട്ടികളും പട്ടിണിയിലാണ്. 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെങ്ങനെ കൊഞ്ചു പോലെ കുഞ്ഞിങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ ശരീരത്തിലെ ഓരോ അസ്ഥിപഞ്ജരങ്ങളും ഇങ്ങനെ കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കാൻ കാണുന്ന പറ്റുന്ന മാത്രയിൽ അത്രമേൽ ആ കുട്ടി കൃശഗാത്രനായി പോയിട്ടുണ്ട്. അങ്ങനെ ചുക്കി ചുളിഞ്ഞ് വറ്റി വരണ്ട് ചോരയും നീരും ഒക്കെ ദ്രവിച്ചു പോയിരിക്കുന്ന ഒരു അസ്ഥിരൂപമാകുന്ന കുഞ്ഞ് അവസാന ശ്വാസത്തിന്റെ അകമ്പടിയിൽ ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ ഇനി ഭക്ഷണം കിട്ടാതെ ഞാൻ മരിച്ചു പോവാ, മരണത്തെ പേടിയുണ്ട്. അപ്പൊ ഭക്ഷണം കിട്ടാതെ ഇനി എൻ്റെ അടുത്ത ഊഴം മരണമാണോ? ഈ ഉമ്മ എന്ത് വാക്ക് പറഞ്ഞിട്ടാണ് ഈ കുട്ടിയെ മടിയിൽ കിടക്കുന്ന അവശേഷിച്ച, പിന്നെ വളരെ അവശനായ ഈ കുട്ടിയുടെ അവശേഷിച്ച ഈ വരിക്ക് എന്ത് മറുപടി ഉമ്മ കൊടുക്കുക? ഒരു കുട്ടിയുടെ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്, ഏതായാലും ഇസ്രായേൽ പട്ടാളക്കാരന്റെ, ക്രൂരനായ പട്ടാളക്കാരന്റെ വെടിയുണ്ട നെഞ്ചിലോ ശരീരത്തിൽ എവിടെയെങ്കിലും തറച്ചിട്ടോ ആയിരിക്കും ഞാനും എൻ്റെ കുഞ്ഞൊക്കെ മരിക്കുക. അപ്പൊ ഈ കാവ്യാത്മകമായിട്ട് ഈ പെണ്ണ് വിളിച്ചു പറയാൻ, അങ്ങനെ ഒരു വെടിയുണ്ട കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് മരിക്കുന്നത് എങ്കിൽ ദയവ് ചെയ്ത് പട്ടാളക്കാരെ ആ വെടിയുണ്ട എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് വെക്കണേ. കാരണം എൻ്റെ കുട്ടിക്ക് കാലിയായ വയറുമായിട്ട് മരിക്കേണ്ടല്ലോ. നമ്മൾ ഇതിൽ നിന്നൊക്കെ പെറുക്കിയെടുക്കേണ്ട ഒരു വികാരമുണ്ട് അല്ലേ? വായു പോലും കടക്കാത്തൊരു വയറായിട്ട് ഈ കുട്ടികൾ ജീവിക്കാൻ. ഈ ചിത്രങ്ങളൊക്കെ സത്യമാണല്ലോ. പല ചിത്രങ്ങളെയും പറ്റി ന്യായീകരിക്കാറുണ്ട് നമ്മൾ. അത് യഥാർത്ഥ ചിത്രമല്ല, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തെ ചിത്രമാണ് അല്ലേ? അത് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോഷോപ്പിലൂടെ ഉണ്ടാക്കിയ ചിത്രമാണ്. ഈ ചിത്രത്തെ പറ്റി ആർക്കും തർക്കമല്ലല്ലോ. വല്ലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ കിട്ടുന്ന അവസരങ്ങളിൽ ഒപ്പിയെടുക്കുന്ന ഈ ചിത്രങ്ങൾ പോലും ഇത്രമേൽ ദാരുണവും അല്ലെങ്കിൽ നമ്മുടെ അകക്കാമ്പകളെ ഗ്രസിക്കുന്നതുമാണെങ്കിൽ ഫലസ്തീനിലെ എല്ലാ കുട്ടികളുടെയും സ്ഥിതി ഇതല്ലേ? ഫലസ്തീനിലെ എല്ലാ ഉമ്മമാരുടെയും സ്ഥിതി ഇതല്ലേ അല്ലേ? എത്ര ക്രൂരന്മാരാണ് ഈ മതവിഭാഗങ്ങൾ. ലോകത്ത് 3000 കോടി വർഷം പഴക്കമുള്ള ഒരു മതത്തിൽ, ജൂതമതത്തിൽ ആകെയുള്ള അംഗസംഖ്യ വെറും 3 കോടി മാത്രമാണ്. നമ്മൾ അവിടെ പഠിച്ചാൽ മതി ഈ മതം എത്ര എങ്ങനെയാണെന്നുള്ളത് അല്ലേ? ഒരാളെ സ്വീകരിക്കാൻ പോലും പറ്റൂല അവർക്ക്. കാരണം ഒരു പുറത്തുള്ള ഒരാൾ ആ മതത്തിലേക്ക് അത്ര പെട്ടെന്ന് ഓടിപ്പോവുകയുമില്ല. 3000 കോടി പഴക്കണ്ടായിട്ട് ആകെ 3 കോടിയാണ് ഈ മതത്തിന്റെ, ഈ ജൂതമതത്തിന്റെ ജനസംഖ്യ. യേശുക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് വിളംബരം ചെയ്യപ്പെടുന്ന ക്രൈസ്തവ മതവിശ്വാസികൾ 2000 കോടി പഴക്കമുള്ള ഒരു മതമാണ് ക്രൈസ്തവ മതം. പക്ഷെ ആ 2000 കോടി വർഷം പഴക്കമുള്ള 2000 വർഷം പഴക്കമുള്ള ആ മതത്തിന് 250 കോടി അനുയായികൾ ലോകത്തുണ്ട്. 1500 വർഷം പഴക്കമുള്ള ഒരു മതമാണ് ഇസ്ലാം മതം. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അനുയായികളുടെ, മുസ്ലിങ്ങളുടെ മതം. ആ മതത്തിന്റെ അകത്ത് 200 കോടിയുടെ മുകളിൽ ജനങ്ങളുണ്ട്. അപ്പൊ ഈ 1500 വർഷത്തെ പഴക്കമുള്ള ഈ മതത്തിന് പോലും അനുയായികൾ ഇത്രമേൽ ഉണ്ടെങ്കിൽ എന്തേ വെറും ഒരു 3 കോടിയിൽ ഒരു മതവിഭാഗം തളച്ചിടപ്പെട്ടത് എന്നത് തന്നെ നെതന്യാഹുവിന്റെയും കൂട്ടരുടെയും മനസ്സിരിപ്പ് എന്താണ് എന്ന് ലോകത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. നമ്മളൊക്കെ ഗസയുടെ ത്യാഗങ്ങളെ പഠിക്കണം, ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. എന്നാലേ നമ്മളാകുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി മനസ്സിരുത്തിയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയും ആ മക്കൾക്ക് വേണ്ടി 2 കണ്ണീര് ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി അകത്തെ സ്പർശിച്ചിട്ട് നമ്മൾ പൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് പടച്ചോൻ ഭാഗത്ത് വലിയ പുണ്യമുണ്ടെന്ന് മാത്രമല്ല, അവരോട് ഐക്യദാർഢ്യപ്പെടൽ മാത്രമല്ല, നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല എന്ന ബോധ്യം നമ്മുടെ അകക്കാമ്പ് നമ്മിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഒരു റിസൾട്ട് കൂടി അതിനുണ്ട്. അടുത്താണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചത്. ബെന്യാമീൻ എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ സമർത്ഥനായ സ്ട്രോങ് റൈറ്റർ. ആ ബെന്യാമീന്റെ ആടുജീവിതം, ഗോഡ് ലൈഫ് എന്ന് പറയുന്ന കഥ അത്രമേൽ ഒരുപാട് ആളുകളെ ആകർഷിച്ചതാണ്. കാരണം നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മരിപ്പറമ്പിലെ തീവ്രമായ പ്രതിസന്ധികളാണ് അതിലെ ഇതിവൃത്തം, കഥയുടെ ആധാരം.
ആ ഒരു പുസ്തകം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചൊരു മനുഷ്യൻ, അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക കുടുംബ പ്രശ്നങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ആരോടും പറയാതെ എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് ശപഥം ചെയ്ത് തീരുമാനിച്ചൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അടുത്ത പ്രഭാതത്തിൽ എടുത്ത് വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന വിഷം ഒരു പാക്കറ്റിൽ പൊതിഞ്ഞിട്ട് അലമാരിയിൽ ആരും കാണാതെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അന്ന് രാത്രി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് ആടുജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു തീർത്തു. ഒരു മനുഷ്യൻ കാട്ടറബിയുടെ മുമ്പിൽ അകപ്പെട്ടപ്പോൾ കുടുംബമില്ലാതെ ബുദ്ധിമുട്ടുകളിലേക്ക് പ്രയാണം ചെയ്യുന്ന ആടുജീവിതം വായിച്ചു തീർത്തപ്പോൾ അദ്ദേഹം പിന്നെ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോയി. ആ ആൾ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. എന്തേന്ന് ചോദിച്ചു, ഇതൊരു മനുഷ്യൻ അനുഭവിച്ച ത്യാഗമാണല്ലോ തമ്പുരാനെ എന്ന് ഞാൻ ഒരു വേള പുസ്തകം വായിച്ചപ്പോൾ ആലോചിച്ചു പോയി. ഇത് വെറും ഒരു നിർമ്മിതമായിരിക്കുന്ന കഥയല്ലല്ലോ, ഒരു നജീബ് എന്ന മലയാളി അനുഭവിച്ച ജീവിതത്തിന്റെ പരുക്കൻ സത്യമാണല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നം ചെറിയ പ്രശ്നമായത്? ആ പ്രശ്നം സ്വമേധയാ നേരം വെളുത്തപ്പോഴേക്ക് ചെറുതായി പോയതാണോ? അല്ല. പിന്നെ മറ്റൊരാളുടെ വലിയ പ്രശ്നത്തിലേക്ക് തട്ടിച്ച് നോക്കിയപ്പോഴാണ് തന്റെ പ്രശ്നം ചെറുതായി മാറിയത്. ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു വരങ്ങനെ ചോക്ക് കൊണ്ട് വരച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഈ വരച്ച വരയിൽ തൊടാതെ ഈ വരയെ നിങ്ങൾ ഒന്ന് ചെറുതാക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ശ്രമിച്ചു. പക്ഷേ ഈ വരയിൽ തൊടാതെ എങ്ങനെയാണ് ഈ വരയെ ചെറുതാക്കാൻ കഴിയുക? കാരണം അതിനെ മായ്ച്ചു കളയണമെങ്കിലും അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കണമല്ലോ. ബുദ്ധിമാനായ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി വന്നിട്ട് ചോക്ക് തരൂ ടീച്ചറെ എന്ന് പറഞ്ഞ് ആ കുട്ടി എന്ത് ചെയ്തു? അതിലും വലിയ ഭീമാകാരമായ ഒരു വര അതേ ബോർഡിൽ വരച്ചു. അപ്പൊ എന്ത് ചെയ്തു? ടീച്ചർ വരച്ച വര നന്നേ തുലവും ചെറുതായി പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വരച്ച വരയിലേക്ക് ചേർത്ത് നോക്കിയപ്പോ ടീച്ചറെ അങ്ങ് വരച്ച വര വളരെ ചെറുതാണല്ലോ എന്ന്. അപ്പൊ ടീച്ചർ കൈയടിച്ചു, കൂടെയുള്ള കുട്ടികളും കൈയടിച്ചു. നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ക്ലേശങ്ങൾ വളരെ ചെറുതാകുന്നത്. അതുകൊണ്ടാണ് വിധകൾ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും വലുതാകണമെങ്കിൽ നിങ്ങളെക്കാൾ ചെറിയ വരകൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട്, അവരിലേക്ക് നോക്കണം. അവരെങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്, അവരെങ്ങനെയാ വായു ശ്വസിക്കുന്നത്, അവർ ഏത് വെള്ളം കുടിക്കുന്നത്, അവർ കുടിക്കുന്ന വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്, അത് ഏത് ചായ്പിലാ കിടക്കുന്നത്, അല്ലേ? അവർ ഏത് മലീമസമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇടപഴകി ജീവിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ അന്തരീക്ഷത്തെ, നിങ്ങളുടെ അവസ്ഥയെ, നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളെ അവരുമായിട്ട് നിങ്ങൾ തുലനം ചെയ്യൂ. അപ്പോഴാണ് നിങ്ങൾക്ക് നിഅമത്തുണ്ട് എന്നൊരു ബോധം നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ടും നമ്മളൊന്ന് ചിന്തിക്കുക. ഇപ്പൊ അഹമ്മദാബാദ് വിമാനത്താവളത്തില് വലിയ ലോകം തന്നെ വളരെ ശ്രദ്ധിച്ച നടുങ്ങിയ ഒരു ഭീകരമായ വിമാന ദുരന്തം ഉണ്ടായപ്പോ ഒരു സ്ത്രീയെ പറ്റി പിറ്റേ ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ സഹോദരി എല്ലാ മനഃശാസ്ത്ര വിദഗ്ധരുടെയും കോടതിയുടെയും കൗൺസിലിംഗ് അടക്കം കഴിഞ്ഞതിന്റെ ശേഷം അവസാനവട്ട ചർച്ചയും പൂർത്തിയാക്കിയിട്ട് ഞാൻ ഒരു നിലക്കും പിന്മാറുന്നില്ല, എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് വിവാഹമോചനം വേണം, ഡിവോഴ്സ് ഞാൻ ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത ഈ ഒരു സ്ത്രീ എല്ലാ വട്ട മനഃശാസ്ത്ര കൗൺസിലിംഗും അതെല്ലാം കഴിഞ്ഞ് കോടതിയുടെ അവസാനത്തെ ഡിക്ലറേഷന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അഹമ്മദാബാദിലെ ഈ വിമാന അപകടം ഉണ്ടാകുന്നത്. അതിന്റെ പിറ്റേന്ന് ആരും പറയാതെ സ്വമേധയ അതേ കോടതി മുറിയിലേക്ക് കയറിപ്പോയിട്ട് ഈ സഹോദരി പറയുന്നുണ്ട്, ഞാൻ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജി ആരുടെയും പ്രേരണയില്ലാതെ, പരപ്രേരണയുടെ പുഷിങ് സമ്മർദ്ദമില്ലാതെ ഞാൻ സ്വയം പിൻവലിക്കാൻ. കോടതി മുറിയിൽ വെച്ച് ജഡ്ജിമാർ ചോദിക്കുന്നുണ്ട്, എന്തേ കാരണം? അപ്പൊ പറഞ്ഞെന്താ, ഈ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം എന്നെ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യനെ മധ്യേ കാണുന്ന നേരത്ത് അല്ലേ മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ, ഇങ്ങനെയൊക്കെയല്ലേ ഈ ഭൗതിക ലോകം. കാരണം ആ വിമാനത്തിന്റെ സീറ്റിൽ ഇരുന്നിട്ട് ഞങ്ങൾ പോവാണേ എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിന് ലൈക്കുകളുടെ ഘോഷയാത്ര കൊണ്ട് അതിങ്ങനെ കമനീയ പുളകിതമാകുമ്പോൾ ഇവര് മിനിറ്റുകളെ സെക്കൻഡുകളെ കൊണ്ട് ചാരമായി മാറിയത് ഇവരുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ട് ലൈക്ക് കൊടുത്ത ആളുകൾ പോലും അറിഞ്ഞിട്ടില്ല. ഇതല്ലേ ലോകം. അതുകൊണ്ട് എന്തിനാണ് ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് വഴി പിരിയുന്നത്? ഉള്ള കാലം ഒന്ന് ചിരിച്ചും സൗഹൃദത്തിൽ ഏർപ്പെട്ടും
അപരനെ കണ്ടിട്ടൊക്കെ ഒന്ന് ജീവിച്ചുകൂടെ എന്ന് പ്രകൃതി എന്നെ ബോധ്യപ്പെടുത്തി എന്നാണ് ഈ വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ത്രീ ലോകത്തോട് പറഞ്ഞത്. ഇന്നും ഫലസ്തീനികൾ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു സത്യം കൂടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പല ആളുകളെ, ഞാൻ ബെന്യാമീന്റെ കഥ വായിച്ചിട്ട് ആത്മഹത്യാ മുനമ്പിൽ നിന്ന് തിരിച്ചു പോന്ന മനുഷ്യനെ പറഞ്ഞു ഇവിടെ. എന്തിനാ പറഞ്ഞത്? വേറെ ഉള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മളാകുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. ഫലസ്തീനിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ? ലോകത്തൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ ദാരിദ്ര്യം ഇന്ന് അനുഭവിക്കുന്നത് ഗസയിലുള്ളവരല്ലേ? ലോകത്തൊരു മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ വിശപ്പ് അനുഭവിക്കുന്നത് ഗസയിലെ കുട്ടികളല്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യനെ മരണത്തിന്റെ മുൻപ് ഈ ഭൗതിക ലോകത്ത് അവനെ വേട്ടയാടാൻ തക്കത്തിലുള്ള ഉഗ്ര രൂപികളായിരിക്കുന്ന സകലമാന ദുരിതങ്ങളുടെയും താടന പീഡനങ്ങൾ അവൻ ഏൽക്കേണ്ടി വന്നിട്ടും ഗസയിലെ ഖാൻ യൂനിസിലെ ഫലസ്തീനിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഉള്ള ഒരു കുട്ടിയോ ഒരു സ്ത്രീയോ ഒരു യുവാവോ ഒരു യുവതിയോ ഒരു കഷ്ണം കയറെടുത്തിട്ട് ആത്മഹത്യ ചെയ്തോ? ഒരു വിഷപദാർത്ഥം അകത്തേക്ക് കയറ്റി വിട്ടിട്ട് ജീവിതം അവസാനിപ്പിച്ചോ? എന്തേ ഒരു ആത്മഹത്യ ചെയ്യാത്തത്? അല്ലേ? തൊട്ടയിലും പിടിച്ചതിലും ബാറ്ററി ലോ ആയതിന് ആത്മഹത്യ ചെയ്ത കേരള നമ്മുടെ നാട്. നെറ്റ് സ്ലോ ആയതിന് കുട്ടികള് കയറിലേക്ക് കഴുത്ത് നെട്ടിക്കൊടുത്ത നാടാ നമ്മുടെ നാട്. എന്തേ? നമുക്ക് ഉള്ളതിന്റെ നകളിപ്പാ നമ്മളെ കുട്ടികൾക്ക്. അപ്പൊ ഉള്ളതിന്റെ ശേഷം ഇല്ലാതാകുമ്പോ മനസ്സ് പൊട്ടിപ്പോവാ. ആ കുട്ടികൾക്ക് എന്താ ഇനി ഒന്നും കാണാനില്ല, കാണേണ്ടതൊക്കെ ജീവിതത്തിൽ കണ്ടു. അതുകൊണ്ട് മനസ്സെല്ലാത്തിനോടും പാകപ്പെട്ടു. പിന്നെ ഞങ്ങൾ എന്തിനാ ആത്മഹത്യയുടെ? ഈ അടുത്തൊരു മാധ്യമ പ്രവർത്തക അമേരിക്കയിൽ പറഞ്ഞു, ഹാവ് യു എവർ ഫൗണ്ട് എനിവൺ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ ഗസ? ഫലസ്തീനിലെ ഗസയിലെ ഏതെങ്കിലും ഒരാള് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ലോകത്തെ മാധ്യമ പ്രവർത്തകരെ, ജേർണലിസ്റ്റുകളെ, ഈവൻ ദോ ഡ്യൂറിങ് ഹങ്കർ, അല്ലേ, കൊടിയ വിശപ്പ് അവരെ വേട്ടയാടിയപ്പോഴും അവർ ആത്മഹത്യയിലേക്ക് പോയിട്ടില്ല. ബിക്കോസ് ഓഫ് ദി സ്പിരിച്വൽ കപ്പാസിറ്റി, നോട്ട് ദി മെറ്റീരിയൽ കപ്പാസിറ്റി. എന്തുകൊണ്ടാണ് അറിയോ? ലോകത്തൊരു ജനതക്കും കിട്ടാത്ത ആത്മീയ ശക്തി കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യാതെ പോയത്. മെറ്റീരിയൽ കപ്പാസിറ്റി കൊണ്ടല്ല. മെറ്റീരിയൽ കപ്പാസിറ്റിക്ക് ബോർഡർ ഉണ്ട് എന്നാണ്, അതിന്റെ അപ്പുറത്തേക്ക് മെറ്റീരിയൽ കപ്പാസിറ്റി പോകില്ല എന്നാണ്. പക്ഷെ സ്പിരിച്വൽ കപ്പാസിറ്റി അങ്ങനെയല്ല. ഇത് റബീഉൽ ആഖിറ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ ലോകത്ത് ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് സ്പിരിച്വൽ കപ്പാസിറ്റിയിലാണ്, മെറ്റീരിയൽ കപ്പാസിറ്റിയിലല്ല. ഗസയിലെ കുട്ടികളുടെ കയ്യിലുള്ളത് സ്പിരിച്വാലിറ്റിയാണ്, മെറ്റീരിയലിസം അല്ല എന്ന് ലോക ജനത നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുടെയൊക്കെ അനന്തര ഫലം എന്നോണം ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ സർവോപരി ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചു തുടങ്ങിയില്ലേ? എല്ലാ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ കൂരമ്പുകളെ പോലെ കടന്നു വന്നില്ലേ ഇസ്രായേലിനെതിരെ? അല്ലേ? ഇപ്പൊ മൈക്രോസോഫ്റ്റ് വരെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ നോക്കി വന്നു. ഓരോ ഭാഗത്തുനിന്നും വരികയാണ്. ഇറ്റലി ഇപ്പോൾ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഗസയിലേക്ക് പുറപ്പെട്ട സഹായ ഹസ്തവുമായിട്ട് പുറപ്പെട്ടിരിക്കുന്ന കപ്പലിനെ ഇസ്രായേൽ സേന ഉപരോധിക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ ഇറ്റലി മറ്റൊരു പടക്കപ്പലിനെ കവചം ഒരുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ഇന്നലെ സ്പെയിൻ പ്രഖ്യാപിച്ചെന്താ? ഫ്ലോട്ടില്ലയെ സംരക്ഷിക്കാൻ ഇറ്റലിയുടെ കൂടെ ഞങ്ങളുടെ ഒരു പടക്കപ്പൽ കൂടി ഇതാ പറഞ്ഞയച്ചിരിക്കുന്നു, അല്ലേ? മിനിയാന്ന് ലണ്ടന്റെ ചത്വരത്തിൽ അവരെല്ലാവരും ചേർന്ന് ഉയർത്തിയത് ഫലസ്തീനിന്റെ പതാകയാണ്. നമ്മളെല്ലാവരും ചിന്തിക്കണം, ലോകത്ത് എത്ര ഷണ്ഡീകരിക്കപ്പെട്ട കാളക്കുട്ടന്മാരുണ്ടെങ്കിലും ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ വിപ്ലവകാരികൾ മുളച്ചു പൊങ്ങും എന്നുള്ളത് ഒരു സത്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇന്നലെ കൊച്ചിയിൽ ഫലസ്തീനിന്റെ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷവേസ് അദ്ദേഹം ആ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രസംഗിച്ച വാക്കുണ്ട്, ഞാൻ ഫലസ്തീനിലെ ഗസയുടെ അഭയാർത്ഥി ക്യാമ്പിൽ പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. ആ മനുഷ്യനാണ് ഫലസ്തീനിന്റെ ഇന്ത്യൻ സ്ഥാനപതി എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ എത്ര ഭാവിയുള്ള, അല്ലെ, എത്ര മനനശേഷിയുള്ള ലോകത്തിന്റെ ജേതാക്കളും നേതാക്കളും ഒക്കെ ആവേണ്ട എത്ര പരശരം കുട്ടികളാണ് പട്ടിണി കിടന്നിട്ട് ഒരു മണി വറ്റ കിട്ടാതെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിക്കുക. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ ഈ പൊടിപ്പും തൊങ്ങലും പൊലിപ്പും പളപളപ്പും മേൽവിലാസവും മേളക്കൊഴുപ്പും കൊട്ടിഘോഷങ്ങളൊക്കെ പകിട നിരത്തിയിട്ട് നടത്തുന്ന നമ്മുടെ കൂടിയാടലുകളുടെ പൊലിമയൊക്കെ ഇനി നമുക്ക് കുറക്കണ്ടേ? ഇനി എപ്പോഴാ നമുക്കൊക്കെ ഒന്ന് സമയമാവുക? നമ്മുടെ ആർഭാട കല്യാണങ്ങള്, അല്ലേ, തരാത്തരം വകഭേദങ്ങള്, അല്ലേ, ഭക്ഷണങ്ങളുടെ ഘോഷയാത്രകള്, മേശപ്പുറത്ത് വിഭവങ്ങളുടെ മേളക്കൊഴുപ്പുകള് ആരെ ബോധ്യപ്പെടുത്താനാണ്? ഇതൊരു വെല്ലുവിളിയല്ലേ?
ആവശ്യത്തിന് ആളുകളെ വിളിക്കുക, അവർക്കുള്ള ഭക്ഷണം കൊടുക്കുക, മാന്യമായിട്ട് കൊടുക്കുക. 1-2 ഇനം ഭക്ഷണമൊക്കെ ആവാം അല്ലേ. ബിരിയാണി പറ്റാത്തവർക്ക് നല്ല സമൃദ്ധമായ നാടൻ ചോറ് നമുക്ക് കൊടുക്കാം. ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള പ്രകടന പരതകൾക്ക് ഈ കാലത്ത് അന്തമുള്ളവന്റെ മസ്തിഷ്കത്തിൽ ഒരു സ്ഥാനമില്ല എന്ന് ഓരോ കല്യാണ നടത്തിപ്പുകാരായ കുടുംബനാഥന്മാര്, ഗൃഹനാഥന്മാര് ഉള്ളിൽ കൈവച്ചിട്ട്, നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിക്കേണ്ട സമയം കൂടിയാണ്. പണ്ട് MSS മുസ്ലിം സർവീസ് സൊസൈറ്റി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ആർഭാട കല്യാണത്തിന്റെ പകിട്ട് കൂടുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ ഒരു ബ്രോഷർ ഇറക്കി, ലഘുലേഖ ഇറക്കി, എല്ലാവരും ഇത് പാലിക്കണം എന്ന് പറഞ്ഞു. ആ ലഘുലേഖ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോ TM സാവാൻകുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉദയഭാനു എന്ന് പറയുന്ന സാഹിത്യകാരന് കത്തെഴുതാൻ, സാവാൻകുട്ടിയും ഉദയഭാനും വലിയ സുഹൃത്തുക്കളാണ്. കത്തെഴുതിയിട്ട് പറഞ്ഞാൽ എന്താ അറിയോ? പ്രിയപ്പെട്ട ഉദയഭാനു, എൻ്റെ സഹൃദയ സ്നേഹിത, അടുത്ത ആഴ്ച എൻ്റെ പൊന്നുമകളുടെ കല്യാണമാണ്. ഞങ്ങൾക്കിടയിൽ കല്യാണ പരിപാടികളുടെ ആർഭാടം വേണ്ട എന്ന തീരുമാനം അധികൃതരിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന്റെ വിവരം അങ്ങയെ അറിയിക്കുന്നു. ഇൻഫോർമേഷൻ മാത്രമാണ്, ഇൻവൈറ്റേഷൻ അല്ല. 50 പൈസക്ക് പോസ്റ്റ്മാൻ അന്ന് കൊണ്ടുപോയി കൊടുത്ത സ്റ്റാമ്പ് ഒട്ടിച്ച ആ കാർഡുണ്ടല്ലോ, ഇൻലൻഡ് ലെറ്റർ, ആ ലെറ്ററിനെ ഉദയഭാനു വർഷങ്ങളോളം തന്റെ ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ച ഏറ്റവും വിലപിടിപ്പുള്ള കത്ത്. എന്താണ്? കല്യാണത്തിന് വരണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കത്ത് അല്ലേ. ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യുന്നില്ല. എന്തിന്? ആർഭാടരഹിത കല്യാണമാക്കാൻ. അതുകൊണ്ട് രക്തബന്ധത്തിലെ, സുഹൃബന്ധത്തിലെ ഏറ്റവും അടുത്തവർ മാത്രം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. എങ്ങനെ ഈ കത്ത് മുഞ്ചുള്ള കത്തായത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കത്തില് പോലും പ്രിവിലേജും പ്രസ്റ്റീജും കാണുന്ന ആളുകളാണ് നമ്മുടെ സമുദായാംഗങ്ങൾ അല്ലേ. എവിടെയാണ് വെറൈറ്റി കല്യാണ കത്തടിക്കുന്ന സ്ഥലം? നമ്മളെ ചോദ്യം എവിടെയാ? നമ്മള് എന്ത് സന്ദേശമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ വലിയ പന്തലും ആർഭാടും ആവശ്യത്തിന് വേണം. ഞാൻ പറയുന്നത് പരിധിക്കപ്പുറമുള്ള പളപ്പളപ്പുകള് ആരാവട്ടെ, നമ്മൾ ഏത് അടുത്ത സുഹൃത്താകട്ടെ, ഇവരൊക്കെ ഈ ഭക്ഷണ മേശ, തീൻമേശയുടെ പരിസരത്ത് വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് പല്ല് കുത്തിയിട്ട് ആ പന്തലിന് അടുത്ത സ്റ്റെപ്പ് പുറത്തേക്കാണ്ട് ഇറങ്ങിയിട്ട് ഇവര് തന്നെ തമ്മിൽ പറയും, എന്നാലും ഇത്രയൊന്നും വേണ്ടിയില്ലായിരുന്നുല്ലേ. അപ്പൊ കൂടെ കഴിച്ച ആള് പറയും, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ മിണ്ടാതിരുന്നതാണ്. ആരാ പിന്നെ? ആരുടെ സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ ഈ പൊടിപ്പും തൊങ്ങലും വെച്ച കല്യാണ പരിപാടികൾ നടത്തുന്നത്? ആവശ്യത്തിന് വേണം. ഫലസ്തീനിലെ കുട്ടികൾ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ പരിപാടികൾക്കൊക്കെ ഒരു പരിമിതി നിശ്ചയിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു നിലപാടാകട്ടെ, അത് നമ്മുടെ ഒരു മോട്ടീവ് ആകട്ടെ. എന്താ അതുകൊണ്ട്? അത് വലിയൊരു സന്ദേശല്ലേ? ആ കുട്ടികളോട് കൂടെ ഐക്യദാർഢ്യപ്പെടലല്ലേ? അങ്ങനെ വളർന്നു വരുന്ന 26-കാരനായ മകന് ബാപ്പിന്റെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോ മോൻ ബാപ്പാന്റെ ഇമ്മാന്റെ മുമ്പിൽ വെക്കുന്ന പ്രപ്പോസൽ എന്താവണം? എന്റെ കല്യാണത്തിന്റെ ബഡ്ജറ്റ് ഇത്ര, ഈ രീതിയിലാകണം എന്ന് പറയുന്നൊരു മോനെ നമ്മുടെ സമുദായം ഒന്ന് സ്വപ്നം കാണട്ടെ. അങ്ങനെയുള്ളൊരു മോളെ നമ്മുടെ സമുദായം ഒന്ന് സ്വപ്നം കാണട്ടെ. ഒരു പെൺകുട്ടി പറയാൻ 10-20 വയസ്സായി ഡിഗ്രിയും PG കഴിഞ്ഞ് അവള് പറയാണ്, ഉപ്പ ഉമ്മ എൻ്റെ കല്യാണത്തിന് ഞാൻ ഓക്കെ ചെയ്തു, പക്ഷെ there is a condition. ഞാൻ പറയുന്ന രീതിയിൽ കല്യാണം നടക്കണം. എന്താ അവള് പറഞ്ഞ രീതിയിൽ കല്യാണം? ഇത്ര ആളുകളെ കൊണ്ടുള്ള കല്യാണം മതി, ഈ രീതിയിലുള്ള ഭക്ഷണം മതി, ബാക്കിയുള്ളത് പാവങ്ങൾക്ക് നമുക്ക് ചാരിറ്റി ചെയ്യാം. എൻ്റെ പാഷൻ അതാണ് അല്ലേ. ആ കുട്ടിയെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഒരു ജനത വരില്ലേ. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള കുട്ടി ആ കുട്ടിയായി മാറല്ലേ. എന്നാ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കൊച്ചിയിൽ ഈ അടുത്താണ് ഒരു മധ്യവയസ്കനായ പിതാവ് പറഞ്ഞത്, എൻ്റെ 26 വയസ്സ് പിന്നിട്ട മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് തന്ന പ്രപ്പോസൽ എന്താ അറിയോ? സേവ് ദി ഡേറ്റ്. നിക്കാഹല്ല, നിശ്ചയമല്ല കേട്ടോ, കല്യാണത്തിന്റെ ഒരു പരിപാടിയല്ല, എളാപ്പി മൂത്താപ്പി അങ്കിളും പങ്കെടുക്കുന്ന പരിപാടിയല്ല. ഇവന്റെ കൂടെ CA പഠിച്ച, ACCA പഠിച്ച, അല്ലെങ്കിൽ അനുബന്ധ കോഴ്സുകൾക്ക് പഠിച്ചവര്, പഴയ SSLC ബാച്ച്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, ഇവര് മാത്രം കൊച്ചിയിലെ ഒരു ആർഭാട ഹോട്ടലിന്റെ ഹാള് ബുക്ക് ചെയ്തിട്ട് അതിനകത്ത് കൊട്ടിഘോഷത്തോടെ നടത്തുന്നൊരു പരിപാടിയാണ് സേവ് ദി ഡേറ്റ്. മാന്യമഹാമാലോകരെ, ഞാനും അവളും ഒന്നിക്കാണ്, ഞങ്ങൾ ഒന്നിക്കുന്ന ഡേറ്റ് ഇതാണ് എന്ന് ലോകത്തോട് പറയാനുള്ള പരിപാടിക്ക് എത്രയാ വന്നത്? 5 ലക്ഷം രൂപ. കാരണം സോഷ്യൽ മീഡിയ നമ്മളെ വിലക്കെടുത്ത് കഴിഞ്ഞു, നമ്മളെ കുട്ടികളെ വിലക്കെടുത്ത് കഴിഞ്ഞു അല്ലേ. ഈ 55 വയസ്സുള്ള 60ലേക്ക് എത്തി നോക്കുന്ന ഈ 26-കാരന്റെ പിതാവ് അത്യാവശ്യം പേരുകേട്ടൊരു അങ്ങാടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം ഉള്ള മനുഷ്യനാ. പക്ഷേ അയാൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓരോ ഇഷ്ടികക്കല്ല് വെച്ചതും അയാളെ എല്ലുമ്പോ തട്ടിയിട്ടാ, അയാൾ പണിയെടുത്തിട്ടാ.
അയാൾ മാന്യായിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിൻ്റെ 5 ലക്ഷം ബഡ്ജറ്റുള്ള ഈ പരിപാടിയുടെ പ്രപ്പോസല് വാപ്പ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിൻ്റെ കയ്യിൽ എൻ്റെ കുട്ടി അധ്വാനിച്ച 5 ലക്ഷം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നീ കൊച്ചിയിലെ ഹോട്ടലിൽ പോയിട്ട് പരിപാടി നടത്തിക്കോന്ന് ആണത്തത്തോടെ മറുപടി പറഞ്ഞിട്ട് ആ വാപ്പ മോനോട് പറഞ്ഞയച്ചു. നമ്മളെ കുട്ടികളവിടെ അല്ലേ എങ്ങനെ ഈ പ്രതാപം ഉണ്ടായത്, ഈ മേൽവിലാസം ഉണ്ടായത് എന്നറിയാതെ ഉണ്ടാക്കിയെടുത്തതിനെ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ തകർക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറുക. നമ്മളെ കയ്യിൽ വിവേകാണോ ഉള്ളത്, വികാരാണോ ഉള്ളത്? വിവേകാണോ വികാരാണോ? ആരാ വിവേകി? അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ അല്ലേ? രാമായണത്തിന്റെ മഹാഭാരത കഥയിലെ അവസാന പർവ്വത്തിലൊരു അധ്യായം പറയും മോക്ഷയാത്രക്ക് എല്ലാവരും പോകുന്നുണ്ട്. മുന്നിൽ അമീറായിട്ട് നയിക്കുന്നത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരന്റെ പിറകിൽ ആരൊക്കെയുള്ളത്? ദ്രൗപദി ഉണ്ട്. ദ്രൗപദിയുടെ കൂടെയുള്ള ആയുണ്ട്, 5 ആങ്ങളമാരുണ്ട്, ഭീമനുണ്ട്. എല്ലാവരും പോവാൻ. പക്ഷെ യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കുന്നില്ല. അതിൽ ദ്രൗപദി കുഴഞ്ഞു വീണ് പോവുന്നുണ്ട്, ഭീമൻ കുഴഞ്ഞു വീഴുന്നുണ്ട്, കൂടെയുള്ള പിന്നിലുള്ളവരൊക്കെ ഓരോരുത്തരായി വീണ് മരിക്കുന്നുണ്ട്. അവസാനം പിറകോട്ട് എന്തേ നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരുന്നത്? നിങ്ങളുടെ പിറകിലുള്ളവരൊക്കെ കുഴഞ്ഞു മരിച്ചു പോയല്ലോ എന്ന് ചോദിച്ചപ്പോ യുധിഷ്ഠിരൻ കൊടുത്തൊരു മറുപടിയുണ്ട്. അവര് ഭക്ഷണത്തോട് ദ്രോഹം ചെയ്തവരാണ്, അമിതമായി ഭക്ഷിച്ചവരാണ്, അമിതമായിട്ട് ഭക്ഷിച്ചു. അപ്പൊ എന്താ, പ്രകൃതിയിലുള്ള വിഭവം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അവർ വിചാരിച്ചു. വിശപ്പ് മാറിയെന്ന് ബോധ്യപ്പെടുമ്പോൾ നിർത്താൻ പോലും അവർ തയ്യാറായില്ല, നന്നായിട്ടാണ്ട് കഴിച്ചു. അതുകൊണ്ട് പ്രകൃതി ആഹാരത്തോട് ക്രൂരത ചെയ്തലിന് കൊടുത്ത പകരം വീട്ടലാണ് എന്ന് മഹാഭാരതത്തിന്റെ അവസാന പർവ്വത്തിലൊരു കഥ പറയുന്നുണ്ട്. അറബികൾക്കിടയിൽ വളരെ പ്രഖ്യാതമായ ഹദീസാണ് പദവികളായ അറബികൾ. ഇന്നത്തെ കാലത്തെ റിഫൈൻഡ് ആയ അല്ലെങ്കിൽ പോളിഷ് ചെയ്യപ്പെട്ട ഇന്നത്തെ കാലത്തെ അറബികളല്ല. മന്തി ഇങ്ങനെ നിരത്തിട്ട് അതിന്റെ മുമ്പിൽ എല്ലാം മറന്നിരിക്കുന്ന അറബികളെ പറ്റിയല്ല പറയുന്നത്. പഴയ കാലത്തെ അറബികൾ പറയാറുണ്ട് അത്രേ, നമ്മുടെ കയ്യിലുള്ള അപ്പം കൊച്ചപ്പമാണെങ്കിലും അതിന്റെ പകുതി അപരനുള്ളതാണ് അല്ലേ? ആരോ എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന അപ്പം, ആ അപ്പത്തിലേക്ക് അവനിങ്ങനെ നോക്കിയിട്ട് ഇത് മുഴുവൻ എനിക്ക് തിന്നാളാണെന്നല്ല വിചാരിക്കുന്നത്. അപ്പോഴേക്ക് അത് ഒരാൾ കത്തി കൊണ്ട് ഛേദിച്ചിട്ടില്ല. ആ അപ്പത്തിലേക്ക് നോക്കിയിട്ട് അവനിങ്ങനെ നോക്കിയിട്ട് കാണുന്നതറിയോ, ഇതിന്റെ പകുതി എനിക്കുള്ളതാണ്. അപ്പൊ പകുതിയോ അത് ആർക്കോ ഉള്ളതാണ്. ഒരു ദിവസം അള്ളാഹിന്റെ ഹബീബ് ഇങ്ങനെ കരയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ സ്വഹാബികൾ പോയി വല്ലാതെ വിഷമിച്ചിട്ട് കരയുന്ന നബി തിരുമേനിയുടെ അടുക്കൽ പോയിട്ട് സഹാബത്ത് ഇരുന്നു. എന്തേ നബിയെ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ എൻ്റെ അഹ്ബാബികൾ ആലോചിച്ചിട്ട് കരയാൻ, എൻ്റെ അഹ്ബാബികളുടെ കൂടെ കൂടാനുള്ള ആഗ്രഹം കൊണ്ട് കരയാൻ, എൻ്റെ മുഹിബ്ബീങ്ങൾ ആലോചിച്ച് കരയാൻ. സഹാബ ചോദിച്ചു, ഞങ്ങളല്ലയോ നബിയെ അങ്ങയുടെ അഹ്ബാബ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളല്ല, നിങ്ങളെൻ്റെ അസ്ഹാബാണ്. എൻ്റെ അഹ്ബാബികൾ ആരാണെന്നറിയോ? ഞാൻ അവരെ ആലോചിച്ച് കരഞ്ഞതാണ്. എൻ്റെ അഹ്ബാബ് ആരാണ് എന്ന് നിങ്ങൾക്കറിയോ? എന്നെ കാണാതെ, നിങ്ങളെപ്പോലെ എന്നെ കേൾക്കാതെ ഞാൻ കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മാത്രം താടന പീഡനങ്ങൾ ഏറ്റിട്ടും എനിക്ക് വേണ്ടി ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന ദീനിനോട് വിട ചൊല്ലാതെ കലിമ ചൊല്ലി മരിക്കുന്ന പട്ടിണി കിടക്കുന്ന ജനങ്ങളാണ് എൻ്റെ അഹ്ബാബ്. ഞാൻ അവരെ ആലോചിച്ചിട്ടാണ് കരയുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. അത് ഗസയിലെ കുട്ടികളല്ലേ? അത് ഫലസ്തീനിലെ കുട്ടികളല്ലേ? ഒരു വേള ഒന്ന് നമ്മൾ ആലോചിച്ചു നോക്ക്. 5-6 ആഴ്ച മുമ്പ് ഫലസ്തീനിലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളുടെ 4 തൂണുകൾക്കിടയിൽ കിട്ടിയ ഗ്യാപ്പിൽ എവിടുന്നൊക്കെയോ ഒപ്പിച്ച വെള്ളം കൊണ്ട് ഉതുകൊടുത്തേണ്ട് കുറച്ച് ആൾക്കാർ ഖുതുബക്ക് ജുമാക്ക് കൂടെ ഖതീബ് പ്രസംഗിക്കാൻ 2 മിനിറ്റ് കൊണ്ട് ഖുതുബ തീരാൻ. ലാ അസ്തതിഉ അലൽ കലാം ബിസബബിൽ ജൂ, എനിക്കിന്ന് മിമ്പർമേൽ കയറിയിട്ട് എണീറ്റൊന്ന് സംസാരിക്കാൻ കഴിയണില്ല, കാരണം വിശപ്പാൻ. വലാ തഖ്ദിറൂന അൻതും അല സമാ ബിസബബിൽ ജൂ, എൻ്റെ അതേ പ്രശ്നം നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ പ്രശ്നവും വിശപ്പാൻ, നിങ്ങൾക്കും കൂടുതൽ കേൾക്കാൻ കഴിയൂല. എൻ്റെ ഖുതുബ ഞാൻ അവസാനിപ്പിക്കാൻ, നമുക്ക് പിരിയാം. ഒരു ജുമാ പിരിയാണ് ഫലസ്തീനിൽ. എന്താ കാരണം? ഏതെങ്കിലും രാജ്യത്തിൻ്റെ നേതാവ് വിസിറ്റ് ചെയ്യാൻ വരികയാണോ? എന്താ ഹർത്താലാണോ? ഉപരോധമാണോ? സമരമാണോ? അല്ല, വിശപ്പ് അല്ലേ? അലി കടുകശ്ശേരിയുടെ ഒരു കവിതയുണ്ട്, പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടൊരു കവിത. എനിക്ക് ഭയങ്കര ഹൃദയസ്പൃഹമായിട്ട് തോന്നി ആ കവിത വായിച്ചപ്പോൾ. അതിങ്ങനെയാണ്:
മെഡിക്കൽ കോളേജിൽ ആരോ കൊടുത്തുവിട്ട സ്നേഹപ്പൊതി. ഏതൊരു മെഡിക്കൽ കോളേജിലേക്ക് ഒരാള് പൊതിച്ചോറ് എന്ന കവിതയുടെ പേര്. ആരോ കൊടുത്തുവിട്ട സ്നേഹപ്പൊതി അല്ലേ? അതിൽ അച്ചാറുണ്ട്, കിച്ചടിയുണ്ട്, തൈരുണ്ട്, മോരുണ്ട്, കറിയുണ്ട്, നല്ല ചോറുണ്ട്. തന്നതാരെന്ന് തിന്നവനും തിന്നതാരെന്ന് തന്നവനും അറിയില്ല. രണ്ടുപേരും അറിഞ്ഞത് ഒരേ വികാരം, വിശപ്പ്. കൊടുത്തുവിട്ട ആൾക്ക് ഇത് ഏതാളെ കയ്യിലാണ് കിട്ടിയത് എന്നറിയില്ല. കിട്ടിയ ആൾക്ക് അത് ഭക്ഷിച്ചാൾക്ക് ധാരാ പഠിച്ചവനെ കൊടുത്തയച്ചത് എന്നറിയില്ല. പക്ഷെ ഈ രണ്ടാൾക്കും അറിയുന്നൊരു വികാരമുണ്ട്. അതെന്താണ്? വിശപ്പ്. എന്നിട്ട് പറയാണ്, അപരനോടുള്ള കരുതലല്ലാതെ മറ്റെന്താണ് ഈ ലോകത്തെ മികച്ച രാഷ്ട്രീയം അല്ലേ? വേറെ ഒരുത്തന്റെ പട്ടിണിയെ ലാക്കാക്കിയിട്ടുള്ള ജീവിതമല്ലാതെ ഈ ലോകത്തെ ഏറ്റവും സമ്പന്നമായ പൊളിറ്റിക്സ് വേറെന്താണ്? അപരനോടുള്ള കരുതൽ. ആ പൊതിച്ചോറാവാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ 4 ആഴ്ചയോ 5 ആഴ്ചയോ മുമ്പ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു വിശപ്പിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ സ്കൂളിലെ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് ചോദിക്കാൻ, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എടുത്തു തീർക്കേണ്ട ഭാഗം ഇന്നത്തേത് അവസാനിച്ചു, കുറച്ച് സമയം കൂടിയുണ്ട് ബെല്ലടിക്കാൻ, മക്കളെ നമുക്ക് പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അമ്മയുണ്ടാക്കുന്ന രുചിയുള്ള വിഭവം ഏതാണ്? ഒരു കുട്ടി പറഞ്ഞു, ടീച്ചറെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ്. അടുത്ത കുട്ടി പറഞ്ഞു നെയ്ച്ചോറാണ്. അടുത്ത കുട്ടി പറഞ്ഞു ബിരിയാണിയാണ്. അടുത്ത കുട്ടി പറഞ്ഞു നൈസ് പത്തിരിയും മട്ടൻ കുറുമയുമാണ്. ഓരോ കുട്ടികൾ ഓരോന്ന് പറഞ്ഞപ്പോൾ അവസാനത്തെ കുട്ടി പറഞ്ഞെന്താ? ടീച്ചറെ, എൻ്റെ വീട്ടിൽ ഏറ്റവും രുചിയുള്ള വിഭവം വിശപ്പാണ്. അപ്പൊ ടീച്ചർക്ക് ദേഷ്യം വന്നു. നീ എന്താ ആളെ കളിയാക്കാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഈ കുട്ടി വിശദീകരിക്കാൻ, ടീച്ചറെ എൻ്റെ വീട്ടിൽ ഏറ്റവും രുചിയുള്ള വിഭവം വിശപ്പാണ് എന്ന് ബോധ്യപ്പെടാൻ ടീച്ചർ ഒരു ദിവസം ഉച്ചക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നാൽ മതി. എന്നിട്ട് ഈ കുട്ടി പറയാണ്, എൻ്റെ വീട്ടിലെ അച്ഛൻ രോഗിയാണ്, അമ്മക്ക് ഒന്നിനും പോകാൻ കഴിയൂല, അതുകൊണ്ട് അമ്മ വെറും ചോറ് ആരെങ്കിലും കൊടുക്കുന്ന അരി കൊണ്ട് ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കി വെക്കുന്ന വെറുംചോറിൻ്റെ കൂടെ എൻ്റെ വീട്ടിലുള്ള വിശപ്പ് എന്ന് പറയുന്ന ഒരു വിഭവം കൂടി ഉണ്ടെങ്കിൽ ഒരു കച്ചടിയും വേണ്ട, ഒരു കിച്ചടിയും വേണ്ട, ഒരു സാമ്പാറും വേണ്ട, ഒരു അവിയലും വേണ്ട, സ്വമേധയാ ആ വെറുംചോറ് ഇറങ്ങിപ്പോകും ടീച്ചറെ. അപ്പൊ കുട്ടികളെല്ലാം കരഞ്ഞു, ടീച്ചറും വിതുമ്പി. കാരണം എന്താ? അപ്പോഴാണ്, എന്തിനാണ് ദൈവമേ ഞങ്ങൾ ഈ സാമ്പാറിന്റെയും മട്ടൻ കുറുമയുടെയും ബിരിയാണിയുടെയും ഉമ്മയുടെ വളയിട്ട കൈകൾ ഉണ്ടാക്കിയ വിഭവത്തിന്റെയും കഥ ഈ ദാരിദ്ര്യം പിടിച്ച ഞങ്ങളുടെ കൂട്ടുകാരന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞത്? ടീച്ചർക്ക് കുറ്റബോധം. എന്തിനാ ഞാൻ എൻ്റെ കുട്ടികളോട് ഇത് ചോദിച്ചത് അല്ലേ? അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം? തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടക്കണ കുട്ടിയുടെ ദാരിദ്ര്യം അറിയാൻ നമ്മളെ ഈ റെറ്റിനയുള്ള കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിൽ രൂപമില്ലാത്ത പടച്ചോനെ എങ്ങനെ പിന്നെ നമ്മളൊക്കെ കാണാം? രൂപമില്ലാത്ത പടച്ചോനെ കാണണ്ടേ? ആ ലിഖാ, അള്ളാഹുമായിട്ടുള്ള ലിഖാ ആണല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം അല്ലേ? അള്ളാഹു തന്ന കണ്ണുകൊണ്ട് രൂപമുള്ള ദരിദ്രനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം? ആ കണ്ണിന് തിമിരം ബാധിച്ച കുറെ രാഷ്ട്രീയം ഇന്ത്യയിൽ നമ്മൾ കാണാൻ. അശോക് സ്വൈൻ എന്ന് പറയുന്ന യുനെസ്കോയുടെ മുൻ ചെയർമാൻ ഈ അടുത്ത് ഇന്ത്യയിൽ പറയുകയുണ്ടായി, when farmers were protesting no one demolished their house. അല്ലേ? നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ കർഷകര് വിപ്ലവത്തിന് വേണ്ടി സമരത്തിന് പുറത്തേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചപ്പോ ആരും അവരുടെ വീട് പൊളിച്ചില്ല. when Gujars were protesting no one demolished their house. ഗുജ്ജർ വിഭാഗം പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നു, ആരും ബുൾഡോസർ എടുത്തിട്ട് അവരുടെ വീട് പൊളിക്കാൻ പോയില്ല. when Rajputs were protesting no one demolished their house. രജപുത്ര വിഭാഗക്കാർ അവരെ ആവശ്യത്തിന് വേണ്ടി സമരത്തിന് ഇറങ്ങി, ഒരാളും ബുൾഡോസർ രാജുമായിട്ട് ഈ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. when Muslims were protesting they demolished their house. ഈ മുസ്ലിങ്ങളും ഗുജ്ജറിനെ പോലെ, രജപുത്രയെ പോലെ, ഫാമേഴ്സിനെ പോലെ ഇവിടുത്തെ രാജ്യത്തൊരു വിഭാഗമാണ്, ന്യൂനപക്ഷമാണ്. അവരാവശ്യത്തിന് വേണ്ടി അവർ സമരത്തിന് ഇറങ്ങിയപ്പോൾ നേരെ അവരവരുടെ വീട്ടിലേക്ക് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ കടന്നു പോകാൻ. യെസ്, മൈ ഇന്ത്യ ഈസ് വെരി സെക്യുലർ. എന്നിട്ട് യുനെസ്കോയുടെ മുൻ ചെയർമാൻ ഫേസ്ബുക്കിൽ പറയാണ്, അതെ, എൻ്റെ ഇന്ത്യ വെരി വെരി സെക്യുലർ ആണ്. കാരണം
മുസ്ലിങ്ങളെ ഇങ്ങനെ മഞ്ഞക്കണ്ണട വെച്ച് നോക്കുന്ന ഇന്ത്യ എന്നർത്ഥം. കാരണം നമ്മുടെ രാജ്യത്തെ ഓരോ പ്രതിനിധിയെയും അപരം വിദ്വേഷത്തിന്റെ ഉഗ്രവശങ്ങളെ കൊണ്ട് സമൃദ്ധമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തൃപ്തി ത്യാഗി എന്ന് പറയുന്ന ഒരു ടീച്ചർ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിലെ ഒരു ക്ലാസ് റൂമിൽ, സ്കൂളിന്റെ ക്ലാസ് റൂമിൽ 49 കുട്ടികളും അമുസ്ലിം കുട്ടികളാണ്. 50 കുട്ടികളാണ് അവിടെ ഉള്ളത്. അതിൽ ആകെയുള്ള ഒരു കുട്ടി മാത്രം മുസ്ലിം വിദ്യാർത്ഥി. വീഡിയോ വന്നല്ലോ, രാജ്യം മുഴുവൻ കത്തിച്ചൊലിച്ചല്ല വീഡിയോ. എന്നിട്ട് ആ മുസ്ലിം കുട്ടിയെ പിന്നിലെ ബെഞ്ചിൽ നിന്ന് മുന്നിലേക്ക് ത്യാഗി എന്ന് പറയുന്ന തൃപ്തി ത്യാഗി എന്ന് പറയുന്ന ഈ ടീച്ചർ കൊണ്ടുവരാണ്. എന്നിട്ട് അവനെങ്ങനെ നിർത്താൻ ബാക്കി 49 കുട്ടികളോടും ഇവൻ മുസ്ലിം ആയതിന്റെ പേരിൽ ഇവനെ ഒന്ന് അടിക്കണം എന്ന് പറയാൻ ഓരോ കുട്ടികളും വരി നിന്ന് ഈ 49 കുട്ടികളുടെ അടി വാങ്ങാൻ ഈ കുട്ടി. എന്തേ? അവൻ ചെയ്ത തെറ്റെന്താ? അവൻ മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി പിറന്നു എന്നുള്ളത് മാത്രമാണ്. ചേതൻ ശർമ്മയെ നിങ്ങൾക്കറിയില്ലേ? ആരാ? രാജ്യത്തെ TTE ടിക്കറ്റ് എക്സാമിനർമാരില്ലേ, നല്ല കണ്ട കൗബീനവും കോട്ടിട്ട് ടിക്കറ്റ് എടുത്തവരെ ഇല്ലാത്തവരെ ഒക്കെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിലേക്ക് വരുന്ന TTE, അതിൽപ്പെട്ടൊരു TTE ആണ് ആര്? ഈ പറയുന്ന ചേതൻ ശർമ്മ. എന്തേ? ക്രൈസ്തവരായ 2 കന്യാസ്ത്രീകൾ അവരുടെ തിരുവസ്ത്രത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്തതാണ് അവർ ചെയ്ത തെറ്റ്. അവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഈ കന്യാസ്ത്രീകളുടെ ഈ വിഷയം ആ TTE, ഈ ടിക്കറ്റ് എക്സാമിനർ പോലീസിനെ വിളിച്ചു പറയുന്നത്? അവരുടെ വസ്ത്രമാണ് പ്രശ്നം, കന്യാസ്ത്രീകളുടെ മതാണ് പ്രശ്നം. അങ്ങനെ ബജറന്തുകളുടെ പ്രവർത്തകർ വരുന്നു, നേരെ കൊണ്ടുപോകുന്നു, പോലീസ് ഇടപെടുന്നു, അല്ലേ? രാജ്യത്തെ ഒരു ടിക്കറ്റ് എക്സാമിനറായ റെയിൽവേ ഉദ്യോഗസ്ഥൻ പോലും ജാതിയും മതവും തരാതരം തിരിച്ചിട്ട് അളന്ന് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് എത്തിച്ചേർന്നിരിക്കുക. അതിന്റെ ഭാഗം തന്നെയാണ് ഓപ്പറേഷൻ, ഇപ്പോ ഇന്നലെ ആയിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ ഒരു പുതിയ ഓപ്പറേഷൻ നംകോർ എന്ന് പറയുന്ന ഓപ്പറേഷൻ, അല്ലെ? ഒരു രാജ്യത്തിന്റെ നടൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങുമ്പോ അതേപോലെ മലയാളക്കരയിൽ വളർന്ന മറ്റൊരു നടന്റെ വീട്ടില് റെയ്ഡ് നടക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കമ്മീഷണർ വന്നിട്ട് സന്ധ്യാ നേരത്ത് നടത്തുന്ന സമ്മേളനത്തിലെ പ്രസ്താവന ശരിക്ക് തരം തിരിക്കുന്ന പ്രസ്താവനയല്ലേ? എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ. രാജ്യത്തിന്റെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിനവ ഇന്ത്യയുടെ ധനമന്ത്രിയാണ്. ആ നിർമ്മല സീതാരാമന്റെ ഭർത്താവാരാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? ഈ പരകാൽ പ്രഭാകർ എന്ന് പറയുന്ന ഈ പ്രഭാകർ, അദ്ദേഹം ഗുജറാത്തിൽ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു പ്രാവശ്യം ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഗുജറാത്തിലെ സാധാരണക്കാരായ പ്രായം ചെന്ന വയസ്സന്മാരോട് ചോദിച്ചു, ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുള്ള ഈ ഒരു സംസ്ഥാനത്ത് നിങ്ങൾ എന്താ വീണ്ടും ഇതേ ഗവൺമെന്റിന് തന്നെ വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് പരകാല പ്രഭാകർ എന്ന് പറയുന്ന നിർമ്മല സീതാരാമന്റെ ഭർത്താവിനോട് ഗുജറാത്തിലെ പ്രായം ചെന്ന ആൾക്കാർ പറഞ്ഞ മറുപടി എന്താ അറിയോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞ മറുപടി എന്താ അറിയോ? വോ ഉൻ ലോഗോ കോ സബ്ക് സിഖാ ദിയാ. ഞങ്ങളുടെ പ്രധാനമന്ത്രി മിയാമാര് എന്ന് പറയുന്ന മുല്ലമാരില്ലേ, ആ മുല്ലമാരെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തിനാ റോഡ്, ഞങ്ങൾക്ക് എന്തിനാ കരണ്ട്, ഞങ്ങൾക്ക് എന്തിനാ വൈദ്യുതി? മുല്ലമാരെ അദ്ദേഹം പാഠം പഠിപ്പിച്ചില്ലേ? രാജ്യത്തെ എത്ര ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടന്നു, അല്ലേ? രാജ്യത്തെ എത്ര ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ നടന്നു. അത് നടക്കണില്ലേ ഈ രാജ്യത്ത്? അവൻ എന്താ? കൃത്യമായ വിഷം ഒരു വിഭാഗത്തിന്റെ ഇടയിൽ കുത്തിവെക്കുക. അത് മാത്രം മതി രാജ്യത്തിന്റെ ഖജനാവിൽ സമ്പത്ത് കുന്നുകൂടാൻ. കാരണം അത് ഫണ്ട് എവിടേക്ക് ഇറക്കേണ്ട കാര്യമില്ലല്ലോ. കയ്യിൽ തീവ്രവാദം ഉണ്ടെങ്കിൽ ഫണ്ട് എവിടേക്ക് ഇറക്കണ്ട. ആ കളിയാണ് പൊളിറ്റിക്സിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി എന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പയറ്റാൻ പോകുന്നത്. അതേ ഗെയിമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിൽ ഒരിക്കലും വശംവദരായി പോകരുത്. കാരണം ശ്രീനാരായണ ഗുരുവിന്റെ അനുയായിയാണ് ഞാൻ എന്ന് പറയാൻ വെള്ളാപ്പള്ളിക്ക് 4 അയലത്ത് പോലും എത്താനുള്ള അവകാശം അധികാരം ഇല്ല എന്ന് ശ്രീനാരായണീയരാ പറഞ്ഞത്, നമ്മൾ മുസ്ലിങ്ങളല്ല പറഞ്ഞത്. കാരണം അനുകമ്പ ദശകം എന്ന് പറയുന്ന ഒരു കവിത ലോകത്തെ പഠിപ്പിച്ച ഗുരുവാണ്. ഒരു പീഡ എറുമ്പിനോട് പോലും, ഒരു ഉറുമ്പിനോട് പോലും പീഡ അരുത്. ആ അനുകമ്പ ദശകം എന്ന് പറയുന്ന കവിതയുടെ അകത്താണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഈ വെള്ളാപ്പള്ളി നായകനാക്കി മാറ്റി എന്ന് കൊട്ടിഘോഷിക്കുന്ന ശ്രീനാരായണ ഗുരു റസൂലുള്ളാഹിനെ പറ്റി പാടിയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കരുണാവാം നബി മുത്തുരത്നമോ. കാരുണ്യം പഠിപ്പിച്ച പ്രവാചകൻ മുത്തുരത്നാണോ?
എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ അനുയായികൾ ഏറ്റവും കൂടുതലുള്ള മലപ്പുറം ജില്ലയിൽ വന്നിട്ട് മുസ്ലിങ്ങളെ പറ്റി എല്ലാ കഥകളും മെനഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ ഈ മാന്യദേഹത്തിന് എന്തധികാരമുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവർക്കൊന്നും ഫലസ്തീനികളുടെ കൂടെ കൂടാൻ കഴിയൂല, അല്ലേ? ശ്രീനാരായണ ഗുരുവിനെ പറയിപ്പിക്കാനാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കടന്നു വരുന്നത്. എന്നാലോ 90% മുകളിലുള്ള ശ്രീനാരായണീയരും ഇദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് എതിരാണ്. ഇങ്ങനെ രാജ്യത്ത് ഒരുപാട് അജണ്ടകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അവിടെയാണ് സ്പെയിൻ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം നോക്കൂ നിങ്ങൾ, ഇറ്റലി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം നോക്കൂ നിങ്ങൾ, ഫ്രാൻസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം നോക്കൂ നിങ്ങൾ, ഇംഗ്ലണ്ട് കൂടെ നിന്നത് നോക്കൂ നിങ്ങൾ. ഇത് വലിയൊരു ചരിത്രത്തിന്റെ നിയോഗമാണ്. അപ്പോ നമ്മുടെ മക്കളെ നമ്മളായിട്ട് കാണാൻ നമുക്കൊക്കെ കഴിയണം. എൻ്റെ ഓരോ ഒറ്റപ്പെട്ട പ്രാർത്ഥനയിലും ഫലസ്തീനിലെ മക്കളുണ്ടാകണം. അള്ളാഹുവേ, നീ ഗസയിലെ മക്കളെ സംരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചോനെ തമ്പുരാനെ, ആ കുട്ടികളോട് ഓരം പറ്റി നിന്നവരായി നാളെ മഹ്ശറയിൽ ഞങ്ങൾ പറയപ്പെടണേ തമ്പുരാനെ. പടച്ചോനെ, വീഡിയോകൾ കണ്ടിട്ട് തന്നെ സഹിക്കുന്നില്ല, മുഴുവനായി കാണാൻ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷേ അവരൊക്കെ അത് അനുഭവിക്കുകയാണല്ലോ റബ്ബേ. ഞങ്ങൾ എത്ര സുഖത്തിലാണ്, ഞങ്ങൾ എത്ര ആത്മസ്വാതന്ത്ര്യത്തിലാണ്. പടച്ചോനെ, ആ മക്കൾക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ആ കുടുംബങ്ങൾക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, ഈ ഭൂമിയുടെ മുകളിൽ ഫലസ്തീനിന് ഫത്ഹ് കൊടുക്കണേ അല്ലാ. ലോകം അവരുടെ ആധിപത്യത്തിലാകണേ അല്ലാ. അത് നീ ഞങ്ങളെ കാണിക്കണേ അല്ലാ, അത് നീ ഞങ്ങളെ കാണിക്കണേ അല്ലാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءنا واعداءك واعداء فلسطين يا الله يا الله يا الله برحمتك نستغيث آمين يا رب العالمين. പ്രിയപ്പെട്ടവരെ, സമസ്ത ജില്ലാ ക്ഷേമനിധിയുടെ നമ്മുടെ ഇമാമുമാർക്ക് മുദരിസുമാർക്കൊക്കെ വേണ്ടി അവരിൽ ഏറ്റവും കിടപ്പ് രോഗികളായവരെ സഹായിക്കുന്ന, അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ക്ഷേമനിധി ഇന്ന് അതിൻ്റെ കളക്ഷൻ നടക്കുകയാണ്. ജുമാ കഴിഞ്ഞ് ഇറങ്ങുന്നവരൊക്കെ അതിലേക്ക് സഹായം നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഉറൂസ് ഈ റബീഉൽ ആഖിറിലാണല്ലോ. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്, ഗണ്ണിയത്ത് ഉസ്താദ്, ശംസുലുലമായി തങ്ങൾ, കോട്ടുമല ബാപ്പു ഉസ്താദ്, മരക്കാർ ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ ഇവിടെ പറഞ്ഞൊരു മാസമാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ ഈ മാസം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഉറൂസ് ഈ ബുധനാഴ്ച മുതൽ തുടങ്ങുകയാണ്. എല്ലാവരും വിജയിപ്പിക്കണം. അവിടെ വരുന്ന ആളുകൾക്കൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ദർസിലേക്ക് 2 ചാക്ക് അരി സംഭാവന ചെയ്ത ഒരു സഹോദരൻ, തൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ രക്താർബുദം കൊണ്ട് ബുദ്ധിമുട്ടാണ്. അള്ളാഹു ആ കുട്ടിയുടെ ബ്ലഡ് ക്യാൻസർ ഈ ദർസിലേക്ക് നൽകിയ അരിയുടെ ഹക്ക് കൊണ്ട് നീ ഭേദമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. മറ്റൊരു ചെറുപ്പക്കാരൻ ഭാര്യയുടെ സർജറി വിജയിക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, നീ വിജയിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കെല്ലാം റാഹത്ത് തരണേ അല്ലാ. ആമീൻ യാ അക്രമൽ അക്രമീൻ.